ഹലോ മൈ ഡിയേഴ്സ്, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിച്ച് മൈൻഡ് സെറ്റുള്ള ആളിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു റിച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു മില്ലിയനറായിട്ടൊക്കെ ജീവിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം അതാണ്. എന്നാൽ അത് കുറച്ച് ആളുകൾക്ക് മാത്രമേ ഒരു റിച്ച് മൈൻഡ് സെറ്റിലോട്ട് വരാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിട്ട് നിൽക്കുന്നത്. അതിനുള്ള കാരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റിച്ച് മൈൻഡ് സെറ്റിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഒരു മണി മേക്ക് ചെയ്യാനുള്ള സോഴ്സിനെ കുറിച്ച് അറിയണം. ഒന്നുകിൽ നമുക്ക് ഒരു 9 to 5 ജോബ് ചെയ്തുകൊണ്ട് നമുക്ക് മണി ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാഷൻ ഉപയോഗിച്ചുകൊണ്ട് അതൊരു വാല്യൂ കോണ്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ മണി മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, മണി മാനേജ് ചെയ്യുക. സോ നമ്മൾ അടുത്ത കാര്യം മനസ്സിലാക്കാനുള്ളത്, എല്ലാവരുടെ കയ്യിലും പൈസ കിട്ടുന്നുണ്ട്. എന്നാൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ പറയുന്നത് എന്താണ്? കുറേ ദിവസം കഴിയുമ്പം എനിക്ക് വീണ്ടും റോൾ ചെയ്യാനായിട്ടുള്ള മണി എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാങ്കുകൾ ആശ്രയിക്കുന്നു, ഞാൻ EMI എടുക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത്. ചിലർ നമ്മുടെ സാലറി കിട്ടുന്ന ആളുകൾ പറയുന്നത് ഒരു 10ാം തീയതി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടൊക്കെ നമുക്ക് ഫ്രീസിങ് ആണ്, അതായത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും കൂടുതലായിട്ട് പൈസകൾ കടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന ഒരു സ്ഥിതി വരുന്നതിന് കാര്യം നമുക്ക് മണിയെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല. ആദ്യം നമുക്ക് വേണ്ടത് മണിയെ മാനേജ് ചെയ്യാൻ, നമുക്ക് വരുന്ന അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷുകളെ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെൽത്ത് അക്കൗണ്ടിലുള്ളത് നല്ലതാണ്. അതുപോലെ നമുക്കൊരു ചാരിറ്റി അക്കൗണ്ട് ഉള്ളത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് ഒരു വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് നല്ലതായിരിക്കും. സോ ഇങ്ങനെയുള്ള ഒരു 3 മുതൽ 5 വരെയുള്ള ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ വരുന്ന മണിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലാതെ ഒരൊറ്റ അക്കൗണ്ടിൽ തന്നെ ഇടുന്ന സമയത്ത് നമ്മളെല്ലാം ഈ ഒരൊറ്റ ചിലവിൽ കൂടി അല്ലെങ്കിൽ ഒരൊറ്റ അക്കൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകും. അതേസമയം മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ അക്കൗണ്ടും ഓരോ ലേബിൾ ചെയ്ത് കഴിയുമ്പം ഇന്ന അക്കൗണ്ട് ഇന്നതിനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചില അക്കൗണ്ടുകളിൽ നമ്മൾ കൈവയ്ക്കാനായിട്ട് പോകാറില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണിയെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മണിയെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടുള്ള എമൗണ്ടിനെ കൊടുക്കുകയും അതിനെ ഒന്നുകിൽ നമ്മൾ പ്രൊഫഷണലി പഠിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ട് മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണിയെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്